പറയട്ടെ. ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൂടിയതിന്റെ കാരണം എടാ ബോർവെല് വെച്ചതിന്റെ ആണോടോ? അവിടെ എന്തൊരു ഉണക്കലായിപ്പോ, വെള്ളം ഇല്ല ശരിക്കും ബാംഗ്ലൂരിന്റെ മണ്ണിന്. നോക്ക്, എന്തൊരു ഉണക്കല. ഇതൊക്കെ ഉണക്കപ്പുല്ലാണ്. ഈ സൈഡ് കാണിക്കടോ. പിന്നെ ഓ എന്റെ ദൈവമേ, കാണുമ്പോ തന്നെ ഒരു വിഷമം. പ്രകൃതിക്ക് തന്നെ ഒരു മൂകതയാകണ്ടോ. ഉണക്കാണോടാ ഇത്? പിന്നെ അല്ലാണ്ട് നല്ല പച്ചപ്പച്ചയായിട്ട് ഇരുന്നേച്ചല്ലേ. കൂടുമല്ലോ, എന്തോരം ബോറ ഇപ്പൊ വെക്കുന്നത്. ബോർവെല്ലിന്റെ എണ്ണം കൂടുന്നു. അവിടെ എല്ലാം മറ്റേ റോസാപ്പൂവാണ്, റോസാപ്പൂ തോട്ടം. റോസാപ്പൂ. ഓ എനിക്ക് പാട്ട് പാടാൻ പോലും പറ്റുന്നില്ല. അത് കാര്യമില്ല, പാടിക്കോ. എടാ ആ കുട്ടിച്ചെവി അടുത്ത് കാണിക്കണോ, നല്ല രസമാണ്. ഒരു ഓർക്കിഡൊക്കെ പോലെ ഇരിക്കുന്നു അല്ലേ? അതെ അതെ അതെ, ഓർക്കിഡ് ഒരു രസമുണ്ട്, നല്ല നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ വരുന്നതാണ്, ഇതൊന്നും ആരും വെച്ചു പിടിപ്പിക്കുന്നതല്ല. കണ്ടോ, നമ്മൾ തെങ്ങിൻ തോപ്പിലേക്കാണ് പോകുന്നേ. പക്ഷേ നല്ല കൃഷി, അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഇലക്കറി വല്ലതും തരുവാണോ? വേണ്ട ചേച്ചി, വേണ്ട, വേണ്ടാഞ്ഞിട്ടാ. കണ്ണിന് കുളിർമയായിട്ടാ ഈ കാഴ്ചകൾ അല്ലേ. നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. വഴിയുണ്ട്, വഴി നോക്കാം. വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇന്നെന്താടോ കിളികളൊന്നും മിണ്ടാത്തേ? നമ്മള് മിണ്ടണ്ടല്ലോ, വെറുത്തു പോയി മിണ്ടാണ്ടിരിക്കുവായിരിക്കും. അങ്ങനെയൊന്നല്ലടോ, പാവങ്ങൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് സങ്കടപ്പെട്ട് മിണ്ടായിരിക്കും. അങ്ങോട്ട് സ്ഥലമുണ്ടല്ലേ, എങ്ങോട്ടുണ്ടോ പോടൂ. ഇവിടെ അങ്ങോട്ട് വഴിയുണ്ട്, പോ. അതാ പറയാ. ഈശ്വര, നമ്മളെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കളിക്കൂലേ? ഞാൻ കളിക്കുമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഭയങ്കര ടെന്റൊക്കെ ഇടുക എന്നൊക്കെ ഉള്ളൊരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. സാങ്കല്പികമായിട്ട് പലതും കളിച്ചിട്ടുണ്ട്. എടോ ഈ ചെടിയാടോ ഉണങ്ങി നിൽക്കുന്നത് കണ്ടോ? ഇതിപ്പോ പച്ചക്ക് നമുക്ക് കാണാം. ഇതൊരുമാതിരി ഇതെന്താ? ഇത് എന്താ, ഒരു അസുരവിത്താണിത്. വീട ഇങ്ങനെ വന്നോണ്ടിരിക്കുക ആണോ? നോക്ക്, ഇവിടെ എല്ലാം ഈ പ്രദേശം മുഴുവനും ഇതാണ്. എന്നിട്ട് ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. പൂവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ವಾಲೆಪುರ ಹೌದು, ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಅಲ್ಲ, ಅದಕ್ಕೆ ವಾಕ್ ಮಾಡ್ಕೊಂಡು ಬರ್ತಾ ಇದ್ದೆ. ಡಸ್ಟ್ ಇಲ್ಲ ಅಲ್ವಾ? ಡಸ್ಟ್ ಅಲರ್ಜಿ ಇದೆ ಅದಕ್ಕೂ. ಹೌದೌದು, ಚೆನ್ನಾಗಿದೆ ನೋಡಕ್ಕೆ. കണ്ടോ, ನೋಡಿ ಸಾಕಾಯ್ತು. നാട്ടുകാർ നമ്മളോട് എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് കണ്ടോ. അവർ പറയുന്നു, നിങ്ങളിവിടെ എന്തിനാ വന്നേ, നടക്കാനാണോ എന്ന് ചോദിക്കുന്നു. വളരെ എന്താ പറയുക, നമ്മളോടൊരു ഭയങ്കര സ്നേഹമാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക്. നമ്മളെ എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നടക്കാൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ എത്രയോ കാലമായി നമ്മളിങ്ങനെ നടക്കുമോ ഈ വഴിയെ. പക്ഷെ എല്ലാവർക്കും അറിയാം, നമ്മളിൽ ഒരാളെ കണ്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കും മറ്റേ എന്ത് ചെയ്യേ. അതൊരു കാര്യം. ഇത് കൊത്തമല്ലി കാണാം, കൊത്തമല്ലിക്കാട്. ദൈവമേ, വാഴക്കൊലയുണ്ട്, വഴുതനയുണ്ട്. എടോ തൻ്റെ 2 സുഹൃത്തുക്കൾ നിന്ന് തലയാട്ടുന്നുണ്ടോ? എടോ പക്ഷെ മറ്റേ വെള്ളവാടോ. മറ്റേ വെള്ളമാണ്. അതെ അതെ അതെ, മറ്റേ എന്താ പറയാ, ഈ ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന. എടോ അല്ലടോ, അതെ ഇവിടെ കെട്ടി നിർത്തിക്കുന്നു. അതാണ് ആ ചീഞ്ഞ വെള്ളമാണ് അവിടെ നിന്ന് വരുന്നതാ. എന്തോ ഒരു വെള്ളം. എടാ വെള്ളത്തിന് കുറവുള്ളത് കൊണ്ട് ഇപ്പൊ അവര് ഏത് വെള്ളമാണെങ്കിലും അതിലേക്ക് പമ്പ് വെച്ച് അടിച്ച് വരുന്നുണ്ടോ? അത് കണ്ടോ, കാണുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഈ വെള്ളത്തിനെ അവരങ്ങോട്ട് കൃഷിയിടങ്ങളിലേക്ക്. ഭഗവാനെ നമ്മൾ കഴിക്കുന്നു. കന്നുവൃത്തിയൊന്നുമില്ലടോ. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊക്കെ പാടുന്ന പറഞ്ഞ പോലെ നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യത്തുള്ളൂ. എടോ നമ്മുടെ മുരിങ്ങ നിൽക്കുന്ന കണ്ടോ, അതിലേക്ക് വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട്, പൂവൊക്കെ ആയിട്ട്. ഇവിടെ നിക്കുന്നതേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഭയങ്കര സ്മെല്ലാണ് ഈ വെള്ളത്തിന്റെ നിറം കണ്ടോ, കറുത്ത വെള്ളം, കറുകറാന്നുള്ള വെള്ളം. അപ്പൊ അങ്ങനെ നമ്മള് കൊത്തമല്ലിയിലൊക്കെ വളർന്ന് ഇതിന്റെ ആൾക്കാർക്ക് ചത്തുപോകാൻ വേറെ വേണ്ട. എടോ എരിക്ക്
എരിക്കുണ്ട്. ആ ഇതാ എരിക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെന്താ പാക്ക്, പന പന കപ്പലണ്ടി. കപ്പലണ്ടി എന്തിട്ടാ അതിന്റെ പേര്? ഇവിടെ പനയല്ലടോ, പന. പനയല്ല, ആ അയ്യോ അടക്ക അടക്ക. അതന്നെ പന. പനയില് വരുന്ന അടയ്ക്ക. അടങ്ങി ഒതുങ്ങി നിക്കണുണ്ടോ ഇതിന്റെ മേളിൽ ആരെങ്കിലും ഉണ്ടോ? കിളികളെ, കിളികളെ നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നേ? സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഞാനിപ്പോ പറഞ്ഞില്ലേ നിങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് അതോ വന്നു. നമ്മൾ പറഞ്ഞതും ആൾക്കാർ വന്നു, ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പോലെ. ഓ എനിക്ക് വയ്യ. നല്ലൊരു സ്ഥലം കേട്ടോ. സന്തോഷായി എനിക്ക്. പിന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചല്ലേ? സന്തോഷ് ജോർജ് കുളങ്ങരയായി. അയ്യോ സോറി, സന്തോഷ് ചേട്ടാ ക്ഷമിക്കൂ. സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടാ, എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണേ.